റോഹൻ പറഞ്ഞു ഈ വിഷയത്തിന് അവള് തുമ്മിയത് ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലാണ് റോഹൻ ഇപ്പൊ റോഹൻ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ജാസ്മിൻ ചെയ്ത ആക്ടിനകത്ത് തെറ്റുണ്ട്. തുമ്മിയിട്ട് അത് കൊടുത്തിട്ട് കുഴപ്പമില്ല എന്ന് അവൾ ആക്കുന്ന ഒരു ആക്ഷൻ ഉണ്ട്. അത് അവൾ അറിഞ്ഞുകൊണ്ടാ ചെയ്യുന്നത്. അതായത് ചെയ്യുന്നതെല്ലാം തെറ്റാണ്. ഈ പറഞ്ഞതുപോലെ അത് ടെലികാസ്റ്റ് ചെയ്യുന്നതും തെറ്റ് തന്നെയാണ്. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. അതായത് ചെയ്യുന്നതെല്ലാം തെറ്റാണ്. ഈ പറഞ്ഞതുപോലെ അത് ടെലികാസ്റ്റ് ചെയ്യുന്നതും തെറ്റ് തന്നെയാണ്. ഈ തല ചൊറിയ അല്ലെങ്കിൽ മൂക്ക് പിടിച്ചിതാക്കുക ഇതൊക്കെ ദുശീലങ്ങളാണ്. പക്ഷെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യരാണ്. പേടിക്കുന്നത് കണ്ണിന് നല്ലതല്ലേ? ഇവനൊരു കാപ്പി ഇതിൽ വേറൊന്നുമില്ല. ഇതിൽ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമുണ്ട്, മനുഷ്യ സഹജമാണ്, അതൊന്നും പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞ ഒരാൾ പിന്നെ പറയുന്നത് അതൊക്കെ ചെയ്യുന്ന തെറ്റാണെന്ന്. അടുത്ത ലെവലിൽ നിന്ന് പറയുന്നു ഈ തെറ്റ് അങ്ങനെ കാണിച്ചെങ്കിൽ അത് ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല, ടെലികാസ്റ്റ് ചെയ്താണ് തെറ്റെന്ന് പറയുന്നു. ഒരു ബ്യൂട്ടി ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഇപ്പൊ ബ്യൂട്ടിയെ പറ്റിയിട്ടും മറ്റൊക്കെ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിന് സത്യം പറഞ്ഞാൽ കൃത്യമായ ഒരു തേജോവധം അതിന്റെ ഉള്ളിൽ അവർ നടത്തിയിട്ടുണ്ട്. ഇത് തേജോവധം കാണിച്ചില്ലെന്ന് പറയുമ്പോൾ ബിഗ് ബോസ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ ജാസ്മിൻ ഒന്ന് ചായ തുമ്മിട്ട് കൊടുക്ക്, ഞങ്ങൾ തേജോവധം ചെയ്യട്ടെ എന്ന് ഇപ്പൊ എന്തൊരു വർത്താനമാണ് പറഞ്ഞത്. ഈ ബിഗ് ബോസ് വന്നിട്ട് ഇങ്ങനെ പറയോ അങ്ങനെ അല്ല, എന്തിനാണ് അങ്ങനെയൊക്കെ സംസാരിക്കേണ്ട കാര്യം? സ്റ്റേറ്റ്മെന്റിൽ തെറ്റൊന്നുമില്ല. കാണിക്കുന്നതെല്ലാം അവരവർ കാണിച്ചിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരാളിന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് അത്തരം സാധനങ്ങൾ വെളിയിൽ പോയിരിക്കുന്നത്. ഒരു കൊലക്കേസ് പ്രതിക്ക് കൊടുക്കേണ്ട മാന്യത എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഈ ചെറുപ്പുറങ്ങിട്ട് കാലം കുറെ ആയിടും. റോഹൻ അനാവശ്യമായിട്ടിരുന്ന് സംസാരിക്കുന്നത്. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? എവിടെയാണ് ഇതിൽ മര്യാദക്കേടായി ഡബിൾ സ്റ്റാൻഡിൽ അല്ലെന്ന് നീ പറഞ്ഞത്. ഡബിൾ സ്റ്റാൻഡിൽ അന്ന് ഞാൻ സംസാരിച്ചു നിന്റെ ഡബിൾ സ്റ്റാൻഡിൽ. മര്യാദ കാണിച്ച് സംസാരിക്കണം. മര്യാദക്ക് സംസാരിക്കും. ഞാൻ പറഞ്ഞ തെറ്റുകളെ 3 പ്രാവശ്യം എന്നുള്ള രീതിയിലേക്ക് മാറ്റി പറഞ്ഞതുകൊണ്ടാണ്. നാട്ടിൽ ചന്തപ്പാലത്തടി ഇതുപോലത്തെ ഒരു പമ്പർനാത്തിയുണ്ട്. വയസ്സിന് മൂത്തവരാട് പോലും ഇതുപോലത്തെ നെകളിച്ച വർത്താനേ പറയും. ഞാൻ സംസാരിക്കും. സംസാരിച്ചത് വാക്കുകൾ ഉപയോഗിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയി ഓരോരുത്തർ ചൊറിഞ്ഞ് വാങ്ങിക്കുന്നത്. ഉപയോഗിച്ച് തോന്നുന്നുണ്ടോ? സംസാരിക്കുന്ന ഭാഷ മാന്യമില്ലാത്ത ഭാഷയിൽ സംസാരിക്കരുത്. നിനക്ക് വേറെ പണിയില്ലേ? എന്റെ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞു അല്ലേ? ബിഗ് ബോസ് അല്ല. എന്റെ സ്വഭാവം മാറ്റും. മറ്റു പരിപാടി കാണിക്കല്ലേ കേട്ടാ. എന്താണ് ആദിയുടെ കോമഡി സ്കിറ്റ് പറഞ്ഞില്ലല്ലോ.